നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെയാണ് അർജൻറ്റീന ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജോർദാനുമായിട്ട് കളിക്കാൻ ഇറങ്ങുന്നത്. ഓൾറെഡി ക്വാളിഫൈ ചെയ്തതുകൊണ്ട് അർജൻറ്റീന പ്ലേയിങ് ലെവലിൽ വലിയ മാറ്റം വരുത്തുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങളൊക്കെയും. എമി മാർട്ടിനസും ലിയോ മെസ്സിയും കളിച്ചേക്കുമെന്നുള്ള വാർത്തകൾ ഇന്നലെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം എമി മാർട്ടിനസ് സ്റ്റാർട്ട് ചെയ്യും. അദ്ദേഹം അത് തീരുമാനിച്ചിരിപ്പാണ്. ലയണൽ മെസ്സി സ്റ്റാർട്ട് ചെയ്തേക്കില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് ലയണൽ മെസ്സി പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ. എന്നാൽ ലയണൽ സ്കലോനി സ്റ്റാർട്ടിംഗ് ലൈനപ്പിലൊക്കെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നു. അവരുടെ ട്രെയിനിങ് ക്യാമ്പിൽ നിന്നുള്ള വിവരം ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള ലൈനപ്പ് അദ്ദേഹം പരീക്ഷിക്കേണ്ട. ഇതിൽ എമി മാർട്ടിൻസും ഇല്ല. പക്ഷേ എമിലിയാനോ മാർട്ടിനസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ട്രെയിനിങ്ങിൽ മുസ്വയെ ഗോൾ കീപ്പറാക്കി നിർത്തി എന്നേ ഉള്ളൂ. അതേസമയം തന്നെ ഡിഫൻസിൽ ഗോൺസാലോ മൊണ്ടിയിൽ വരുന്നു. മൊണ്ടിയിൽ പൂർണ്ണമായിട്ടും ഫിറ്റായി എത്തിയിട്ടുണ്ട്. ഓട്ടമെൻ്റെയും സെനേസിയും സെൻറ്റർ ബാക്കുമാരുടെ റോളിലും ടാഗ്ലിയാഫിക്കോ ഇടത് വിങ് ബാക്കായിട്ടും വരുന്ന രൂപത്തിലാണ് ഇപ്പോൾ അദ്ദേഹം പരീക്ഷിച്ചിട്ടുള്ളത്. ലിയാൻഡ്രോ പെരേഡസ് സെൻട്രൽ മിഡ്ഫീൽഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ഇസിക്കിയൽ പലാസിയോസും ജിയോവാനി ലോച്ചെൽസോയും ഹുലിയാനോ സിമയോണിയും ഉണ്ടാവും എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. വാലന്റീൻ ബാർക്കോ കളിക്കാൻ സാധ്യതയുള്ള മറ്റൊരു താരമാണ് എന്നുകൂടി പറയുന്നത്. മുന്നേറ്റ നിരയിൽ ഹുലിൻ അൽവാരസ് ഒറ്റയ്ക്ക് ഒരു ലോൺ സ്ട്രൈക്കറായിട്ട് ഇറങ്ങുന്ന രൂപത്തിലേക്ക് സ്ക്വാഡ് അവതരിപ്പിക്കാനാണ് ഇപ്പോൾ ട്രെയിനിങ് സെഷനിലൊക്കെ കോച്ച് നോക്കുന്നത് എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ ട്രെയിനിങ് സെഷനിൽ പരീക്ഷിച്ച ഓൾട്ടർനേറ്റീവിലും നോക്കാം. ഗോൾ കീപ്പറായിട്ട് യുവാൻ മെസ്സോ, പിന്നെ ഗോൺസാലോ മുണ്ടിയിലും നിക്കുലാസ് ഓട്ടമെൻ്റെയും മാർക്കോസ് സെനേസിയും നിക്കുലാസ് ടാഗ്ലിയാഫിക്കോയും ഡിഫൻസിൽ, മധ്യനിരയിലേക്ക് ലിയാൻഡ്രോ പെരേഡസും ഇസിക്കിയൽ പലാസിയോസും ജിയോവാനി ലോച്ചെൽസോ അല്ലെങ്കിൽ വാലന്റീൻ ബാർക്കോ, ദെൻ ഹുലിയാനോ സിമിയോണി ആൻഡ് നിക്കോ പാസ്. മുന്നേറ്റത്തിൽ ഹുലിയൻ അൽവാരസ് മാത്രം. ഏതായാലും ഇതാണ് അദ്ദേഹം ട്രെയിനിങ്ങിൽ പരീക്ഷിച്ചിട്ടുള്ളത്. പക്ഷേ കളിയിൽ അദ്ദേഹം സ്കലോനി എമി മാർട്ടിനസിനെ തന്നെ കളിപ്പിക്കും എന്നുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. മെസ്സി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലായിരിക്കും. ആ ഘട്ടത്തിൽ നിക്കോ പാസിനെ പിൻവലിക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.